അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ റമളാന സുമ്മ അസ്ബഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ റമദാനിൽ നോമ്പെടുക്കുകയും ശവ്വാലിൽ 6 നോമ്പുമായി റമദാനിലെ നോമ്പിനെ തുടർത്തുകയും ചെയ്താൽ അയാൾ കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച വളരെ ശ്രദ്ധേയമായ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇത്. റമദാന് ശേഷം റമദാന്റെ തുടർച്ചയായി 6 നോമ്പ് നോൽക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6 നോമ്പെടുക്കാൻ നിർദ്ദേശിക്കുകയും 6 നോമ്പെടുത്ത് മാതൃക കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതൊരു കർമ്മങ്ങൾക്കും തുടർച്ച വേണം. ഫൈദാ ഫറഖ്ത ഫൻസബ്, താങ്കൾ ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഈ കൽപ്പന മുഴുവൻ മുസ്ലിം സമുദായത്തോടുമാണ്. എല്ലാവരും കർമ്മങ്ങളെ വേറെ കർമ്മങ്ങളുമായി തുടർത്തേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, പല കർമ്മങ്ങളുമായി ഫർദിനെ ഒരു വിശ്വാസി സുന്നത്തിലൂടെ പിന്തുടരുന്നുണ്ട്. അതുപോലെ റമദാനിലെ ഫർദ് നോമ്പിനെ ശവ്വാലിലെ 6 നോമ്പ് നോറ്റുകൊണ്ട് മുഴുകാലത്തെയും നോമ്പിന്റെ പ്രതിഫലത്തിലേക്ക് എത്തിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാനിലെ നോമ്പുകൾ 10 മാസത്തെ നോമ്പിന് തുല്യമാണ്. 10 മാസത്തെ നോമ്പ് നോറ്റതിന് തുല്യമായാൽ ഇനി 2 മാസത്തെ നോമ്പിന്റെ കൂടി പ്രതിഫലം കിട്ടിയാൽ വർഷം മുഴുവൻ, കാലം മുഴുവൻ നോമ്പെടുത്തതുപോലെയാകും. ആ 2 മാസത്തെ ഗ്യാപ്പ്, വിടവ് നികത്താൻ ഉപകരിക്കുന്ന നോമ്പാണ് ഈ ശവ്വാലിലെ 6 നോമ്പ് എന്നത്. അതോടൊപ്പം പ്രതിഫലം ഒട്ടും കുറയാതിരിക്കാനും ഫർള് ചെയ്തതിലെ വീഴ്ചകൾ പരിഹരിക്കപ്പെടാനും സുന്നത്തുകളുമായി ഫർളിനെ പിന്തുടരേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം അസ്സലാത്ത് യഖൂലു റബ്ബുനാ അസ്സ വജല്ല ലിമലായികതിഹി വഹുവ അഅലം ഉൻദുറു ഫീ സ്വലാത്തി അബ്ദി അതമ്മഹ അം നഖസഹ ഫഇൻ കാനത് താമ്മതൻ കുതിബത് ലഹു താമ്മ വഇൻ കാന തഖസ മിൻഹാ ശൈഅൻ ഖാൽ ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതബ്ബു ഫഇൻ കാന ലഹു തതബ്ബു ഖാല അത്തിമു ലിഅബ്ദി ഫരീളത സുമ്മ തൂഖദുൽ അഅമാലു അലാ ദാക്കും. ആദ്യമായി അല്ലാഹു വിചാരണക്കെടുക്കുക ഒരടിമയുടെ നമസ്കാരമാണ്. നമസ്കാരത്തെ പരിശോധിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് പറയും, അവന്റെ നമസ്കാരം പൂർണ്ണമാണോ? എന്റെ അടിമയുടെ നമസ്കാരം എല്ലാം തികഞ്ഞതാണോ? അതേ ന്യൂനതകളും കുറവുകളും സംഭവിച്ചതാണോ? പൂർണ്ണമാണെങ്കിൽ പൂർണ്ണമാണെന്ന് രേഖപ്പെടുത്തുക. ന്യൂനതകളും കുറവുകളും ഉള്ളതാണെങ്കിൽ എന്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ, ഐച്ഛിക കർമ്മങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു പറയും, അത്തിമൂലിയാബുദി ഫരീളത, എന്റെ അടിമക്ക് അവന്റെ ഫർളിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുക. കാരണം ഫർളിലെ കുറവുകളെ ഈ സുന്നത്ത് പരിഹരിച്ചിരിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും ഈ രൂപത്തിലാണ് അള്ളാഹു സ്വീകരിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചു. അഥവാ റമദാനിലെ ഫർള് നോമ്പിൽ വന്ന കുറവുകളെയും ന്യൂനതകളെയും പരിഹരിക്കാൻ ഈ നോമ്പ് കൂടിയേ തീരൂ. ഒരു വർഷത്തിന്റെ പ്രതിഫലത്തിലേക്ക് റമദാനിലെ നോമ്പിനെ ചേർത്ത് വെക്കാനും ഈ നോമ്പ് കൂടിയേ തീരൂ. അതിനാൽ കുടുംബസമേതം 6 നോമ്പെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ശവ്വാൽ 2 തന്നെ നോമ്പെടുത്ത് തുടങ്ങുകയും തുടർച്ചയായി നോമ്പെടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പുണ്യം. അഥവാ അതിന് സാധ്യമായില്ലെങ്കിൽ തീരെ എടുക്കാതിരിക്കുകയല്ല, ശവ്വാൽ തീരും മുമ്പ് എപ്പോഴെങ്കിലും 6 നോമ്പെടുത്ത് വീട്ടുകയും അതുവഴി വലിയ പ്രതിഫലത്തിലേക്ക്, 10 ഇരട്ടി പ്രതിഫലത്തിലേക്ക് എത്തുകയും വേണം. റമദാന്റെ നോമ്പുകൾ 10 ഇരട്ടിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു 10 മാസത്തെ പ്രതിഫലത്തിന് അടിമ അർഹനായത്. ഇനി 2 മാസത്തെ പ്രതിഫലത്തിന് ഇടയാകണമെങ്കിൽ 6 നോമ്പ് കൂടി ആവശ്യമുണ്ട്. ഓരോന്നിനും 10 ഇരട്ടി പ്രതിഫലമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു, ഒരാൾ നന്മ പ്രവർത്തിച്ചാൽ അവന് 10 ഇരട്ടിയാണ് പ്രതിഫലം. തിന്മ ചെയ്താലോ അവൻ ചെയ്ത തിന്മക്കനുസരിച്ച പ്രതിഫലം മാത്രമേ ലഭിക്കൂ. അപ്പോൾ
10 ഇരട്ടി പ്രതിഫലത്തിലേക്ക് 6 നോമ്പ് എത്തുകയും അത് 2 മാസത്തെ നോമ്പിന് തുല്യമാവുകയും മൊത്തത്തിൽ 1 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ഈ വലിയ പുണ്യകർമ്മത്തെ വളരെ ഗൗരവത്തിൽ സമീപിക്കാനും 6 നോമ്പെടുക്കാനും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും കുടുംബത്തിലെ കുട്ടികളെ കൂടി നോമ്പെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കുടുംബസമേതം റമദാന്റെ തുടർച്ച 6 നോമ്പിലൂടെ ഉണ്ടാവുകയും ചെയ്യണം. നമ്മൾ പറയുന്നത് കൊണ്ട് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വ്യക്തിയോ കുടുംബമോ 6 നോമ്പ് നോറ്റാൽ അതിന്റെ വലിയ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്കും ലഭിക്കും. അതിനാൽ ഈ പുണ്യത്തിന്റെ ഈ സൽക്കർമ്മത്തിന്റെ പ്രചാരകരായി കൂടി നാം മാറുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.